Okay, good morning all. Good morning, Good morning, Miss. Miss. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നലെ ലബോറട്ടറി എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തു. അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ബാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്നലെ എക്യുപ്മെന്റ് വരെയും നമ്മൾ എക്യുപ്മെന്റ്സില് 4 പോയിന്റ് വരെയാണ് പറഞ്ഞത് അല്ലെ? ഓർക്കുന്നുണ്ടോ? Yes, ma'am. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇയറിന് ഒന്നും കൂടി പറയാം കേട്ടോ. പോയിന്റ്സ് ശ്രദ്ധിക്കാം. എക്യുപ്മെന്റ്സിൽ എങ്ങനെയാണ് ഇപ്പൊ ലബോറട്ടറിയിലെ എക്യുപ്മെന്റ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എക്യുപ്മെന്റ് ഷുഡ് ബി ചൂസൺ ടു മീറ്റ് ദ റിക്വയർമെന്റ്സ് ഓഫ് ദ ലബോറട്ടറി വിത്ത് റിഗാർഡ് ടു ഡിസൈൻ ആൻഡ് കപ്പാസിറ്റി അല്ലെ? ലബോറട്ടറിയുടെ ആവശ്യങ്ങൾക്കനുസൃതമായിട്ട് ഓരോ ആവശ്യങ്ങൾക്കനുസൃതമായിട്ട് പ്രത്യേക രൂപകൽപ്പന ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുക. Second one, all equipment should be qualified before it is taken for clinical use. നമ്മൾ ഉപയോഗത്തിന് എടുക്കുന്നതിന് മുൻപ് അതിന് ക്വാളിഫൈഡ് ആക്കാം. അത് വർക്കിംഗ് ആണോ, then ചാർജ് ഒക്കെ ഉണ്ടോ, ബാറ്ററി പവർ ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. All equipment should be in usable condition at all times. എല്ലാ ടൈമിലും അത് വർക്കിംഗ് കണ്ടീഷൻ ആണെന്ന് ഉറപ്പുവരുത്തുക. Regular inspection, cleaning and maintenance of equipment should be performed. Maintenance performed as per recommendation of the manufacturer or more as required. Example, with overuse of aging of equipments. അല്ലെ? അതായത് പതിവ് പരിശോധനകൾ നടത്താം. അതായത് ഇപ്പൊ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകളൊക്കെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ക്ലീനിങ് ഒക്കെ ഒന്ന് ചെയ്യാം. ദെൻ മെയിൻ്റനൻസ്, എന്തെങ്കിലും ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് മാനുഫാക്ചർ വെച്ചിട്ടുണ്ടെങ്കിൽ നിർമ്മാതാക്കളുടെ നിർദ്ദേശപ്രകാരം നമ്മളത് ആ ഒരു എക്യുപ്മെന്റ് പ്രവർത്തിപ്പിക്കുക. ദെൻ ഓവർ യൂസ് ഓർ ഏജിങ് ഓഫ് എക്യുപ്മെന്റ്. ഇപ്പൊ ഭയങ്കര ഏജിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി വർഷം പഴക്കം ചെന്ന എക്യുപ്മെന്റ്സ് ഒക്കെയാണ്. അല്ലെങ്കിൽ ഓവർ യൂസ്, നമ്മൾ ഒരു എക്യുപ്മെന്റ് തന്നെ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ എന്തെങ്കിലും ഹാങ് ആവാനോ അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ്, laboratories should maintain needful instruction for operation and maintenance of equipment in the form of SOP. ചാപ്റ്റർ ഏതായിരുന്നോ? ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ലബോറട്ടറി SOP രൂപത്തിലുള്ള എന്താണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. നമ്മൾ യൂസർ മാനുവലിന്റെ ഒക്കെ ഒരു ഫോമില് ആ എക്യുപ്മെന്റിന്റെ അടുത്തായിട്ട് വെക്കുക. നമ്മൾ ATM കൗണ്ടറിന്റെ കാര്യം പറഞ്ഞു അല്ലെ? നമ്മൾ ATM മെഷീനിൽ പോയിട്ട് ക്യാഷ് എടുക്കാൻ പോകുമ്പോൾ അവിടെ ATM എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അറിയില്ലാത്തവരൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന്റെ പിൻ നമ്പർ അടിക്കുക എന്നൊക്കെ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയിട്ടുണ്ടാകും ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ATM കൗണ്ടറിൽ പോകാറുണ്ടോ? ഓക്കെ, അവിടെ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ക്യാഷ് എടുക്കേണ്ട പ്രോസസ്സ് എങ്ങനെയാണ് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാകും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിന്റെ ഒരു പ്രോസസ്സ് അല്ലെ? അപ്പൊ ആ ഒരു ഇതിനൊക്കെ തന്നെയാണ് നമ്മുടെ SOP എന്ന് പറഞ്ഞത്. ഒരു എക്യുപ്മെന്റ് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും. Then all equipment should undergo calibration and verification. അല്ലെ? എല്ലാ എക്യുപ്മെന്റിനും കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ഉണ്ടോ, അത് വർക്കിംഗ് ആണോ, ചാർജറും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് വെരിഫിക്കേഷൻ ചെയ്യുക. മെയിൻ്റനൻസ് കോൺട്രാക്ട്സ് ഇൻക്ലൂഡിംഗ് വാറന്റി കാർഡ്സ്, telephone numbers of personnel needs to be contacted in the event of equipment malfunction should be kept safely but within reach for the user. അല്ലെ? അതായത് നമുക്കിപ്പോ ഒരു എക്യുപ്മെന്റ് വാങ്ങിക്കുമ്പോൾ വാറന്റി കാർഡ്സ് ഒക്കെ കിട്ടും ഇല്ലേ? ഇപ്പൊ നിങ്ങൾ ഒരു ഫോൺ വാങ്ങിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ ഒപ്പം നമുക്കൊരു വാറന്റി കാർഡ് തരും. ചെറിയൊരു വാറന്റി കാർഡ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തിനാണ് ഈ വാറന്റി കാർഡ് തരുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് അത് തരുന്നത്? അതിന്റെ പർപ്പസ് എന്താ, ഉദ്ദേശം എന്താണ് വാറന്റി കാർഡ് തരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ?
നമുക്ക് ആ എക്യുപ്മെന്റിന് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ വാറന്റി കാർഡ് വെച്ച് അവർ ചിലപ്പോൾ ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തു തരും അല്ലെ. കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റി തരാനും അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ എന്തെങ്കിലും സർവീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫ്രീ സർവീസ് ആയിട്ട് നമുക്ക് ചെയ്തു തരും അല്ലെ. എക്യുപ്മെന്റ് മാൽ ഫംഗ്ഷനിങ് ഇൻസ്ട്രുമെന്റ് പ്രവർത്തനക്ഷമമായി പോവുക, അതായത് എക്യുപ്മെന്റിന് തകരാറ് സംഭവിക്കുന്നത് അല്ലെ. അപ്പോ എന്താണ് ഇവിടെ പറയുന്നത്, ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. വാറന്റി കാർഡ് ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഉപകരണങ്ങൾ വെക്കുക. അതുപോലെ തന്നെ ടെലിഫോൺ നമ്പേഴ്സ്, നമ്മള് ഈ സർവീസ് സെന്ററിൽ അവരുടെ ഒരു ടെലിഫോൺ നമ്പർ എപ്പോഴും കയ്യിൽ വെക്കണം. ദെൻ എക്യുപ്മെന്റ് മാൽ ഫംഗ്ഷൻ ആകുന്ന ടൈമിൽ നമ്മൾക്ക് അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. ഓൾറെഡി നമ്മുടെ കയ്യിൽ വാറന്റി കാർഡ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് അവരെ വിളിക്കാം. ഇനി എക്യുപ്മെന്റ്സിന് കംപ്ലൈന്റ് ഉണ്ട്, അപ്പൊ അവർ വന്നിട്ടൊന്നില്ലെങ്കിൽ എക്യുപ്മെന്റ് റീപ്ലേസ് ചെയ്തു തരും, അല്ലെങ്കിൽ അതിന് എന്താണോ എന്നുള്ളൊരു സൊല്യൂഷൻ അവര് ചിലപ്പോൾ ഒന്ന് റിപ്പയർ ഒക്കെ ചെയ്തിട്ട് സർവീസ് ചെയ്ത് ഓക്കെ ആക്കി തരും. ഷുഡ് ബി കെപ്റ്റ് സേഫ്ലി ബട്ട് വിത്തിൻ റീച്ച് ഫോർ ദ യൂസർ. സോ ഈ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ യൂസർ മീൻസ് അത് നമ്മൾ ഉപയോഗിക്കുന്ന വ്യക്തികളുടെ അരികത്ത് ഉണ്ടായിരിക്കണം. പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് പേഴ്സണലിന്റെ നമ്പർ നമ്മുടെ കൈവശം അടുത്ത് തന്നെ കയ്യെത്തും ദൂരത്ത് ഉണ്ടായിരിക്കണം. എന്തെങ്കിലും കംപ്ലൈന്റ് വരികയാണെങ്കിൽ നമ്മൾ ഈ നമ്പർ അന്വേഷിച്ച് നടക്കേണ്ട വരത്തും. അതിനാൽ ഇത് അടുത്ത് തന്നെ കയ്യെത്തും ദൂരത്ത് തന്നെ നമ്മുടെ കയ്യിൽ പേഴ്സണലിന്റെ നമ്പർ ഉണ്ടായിരിക്കണം. Then last one, user manual should be readily available for reference. യൂസർ മാനുവലും അതുപോലെ തന്നെ നമ്മുടെ അരികിൽ ഉണ്ടായിരിക്കണം, അവൈലബിൾ ആയിരിക്കണം. യൂസർ മാനുവൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു ചെറിയൊരു ബുക്ക്ലെറ്റ് പോലെ നമുക്ക് കിട്ടും അല്ലെ. ഏതൊരു എക്യുപ്മെന്റ് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ മിക്സി വാങ്ങിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പൊ ഫോൺ വാങ്ങിക്കുമ്പോഴോ എല്ലാത്തിനും ഒരു ചെറിയൊരു ഒരു ബുക്ക് പോലെ കിട്ടൂലേ, ബുക്ക്ലെറ്റ് പോലെ. യൂസർ മാനുവൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബുക്ക്ലെറ്റ് ആണ്. അപ്പൊ അത് അവൈലബിൾ ആയിരിക്കണം. എങ്ങനെയാണെന്ന് നമ്മൾ വർക്ക് ചെയ്യുന്നതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ അടുത്ത് യൂസർ മാനുവൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. കണ്ടിട്ടുണ്ട്. ഓക്കെ, ദെൻ ഒന്ന് വായിച്ചു നോക്കിയേ, എക്യുപ്മെന്റ്സിന്റെ പോയിന്റ്സ് വായിച്ചു നോക്കാം കേട്ടോ. സിമ്പിൾ ആണ്, മനസ്സിലാക്കി വായിക്കാം കേട്ടോ. നമ്മള് അങ്ങനെ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് വായിക്കണ്ട. സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഏറ്റവും മാക്സിമം ഷോർട്ട് ആക്കിയാണ് തന്നിരിക്കുന്നത്. കംപ്ലീറ്റ് ചെയ്തോ? എല്ലാ പോയിന്റ്സ് വായിച്ചോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സും അല്ലെ, ലബോറട്ടറിയിലെ പോളിസീസും പ്രൊസീജിയേഴ്സും എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ പറയുന്നത് സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. നമ്മുടെ ഈ സ്പെസിമെൻസ് ഒക്കെ സാമ്പിളുകൾ ലേബൽ ചെയ്യുന്നതും അതിന്റെ ഡോക്യുമെന്റേഷൻസും എങ്ങനെയാണെന്ന് ഒന്നാമതായിട്ട് പറയുന്നത് അതാണ്, ശ്രദ്ധിക്കുക. സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. Specimen should be attached with at least 2 unique identifiers. എക്സാമ്പിൾ നെയിം, ഏജ്, എക്സെട്ര അല്ലെ. നമ്മൾ സാമ്പിൾ കൊടുക്കുമ്പോൾ
നമ്മൾ സാമ്പിൾ ഇപ്പൊ യൂറിനൊക്കെ ആണെങ്കിൽ ചെറിയൊരു ബോട്ടിൽ നമുക്ക് സാമ്പിൾ കളക്ട് ചെയ്യാൻ തരും അല്ലെ. അപ്പൊ ആ ബോട്ടിലിൽ നമ്മൾ മെയിൻ ആയിട്ട് എഴുതുന്നത് നെയിം എഴുതും, അതുപോലെ ഏജും എഴുതും. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സ്പെസിമെനിന്റെ ഒപ്പം നമ്മൾ ലേബിൾ ചെയ്യുന്നത്. നമ്മൾ നോർമലി കണ്ടിട്ടുള്ളതാണ് അല്ലെ. നമ്മൾ ലാബില് യൂറിൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ പേരും എഴുതും, അതോടൊപ്പം തന്നെ ഏജും എഴുതും. Okay, first point clear ആണല്ലോ. Second one, specimen labeling using barcode is an option that may decrease errors. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് നെയിമും ഏജും എഴുതുന്നു പറഞ്ഞു, അതുപോലെ തന്നെ ബാർകോഡുകളും യൂസ് ചെയ്യാം. അത് ഓപ്ഷൻ ആണ്. ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാർകോഡുകൾ യൂസ് ചെയ്യാം. അങ്ങനെ ബാർകോഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എറേഴ്സുകളൊന്നും വരികയാണ്. എറേഴ്സിനൊക്കെ പരമാവധി തെറ്റുകളൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നത്, കുറവാക്കാം. എങ്ങനെയാണ് ഈ ബാർകോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ ബാർകോഡുകൾ കാണാറുണ്ട് അല്ലെ. എങ്ങനെയാണ് ബാർകോഡ് ഇരിക്കുന്നത്? എങ്ങനെയാ ബാർകോഡ് ഇരിക്കുക? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ബാർകോഡ്? ഇന്ന് വീട്ടിൽ നിന്ന് നോക്കാം. നിങ്ങൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് എടുത്ത് നോക്കാം. കുറെ വരകള് അല്ലെ, വെർട്ടിക്കൽ ആയിട്ടുള്ള കുറെ ബ്ലാക്ക് ലൈനുകൾ ഉണ്ടാവും. വരകൾ മാത്രമാണോ ഉള്ളത്? വേറെ എന്തെങ്കിലും ഉണ്ടോ? ലൈൻസ് മാത്രം കണ്ടിട്ടുള്ളോ? പിന്നെ എന്തൊക്കെയുണ്ട്? ലൈൻസിന്റെ ഇടയിൽ ഇങ്ങനെ അക്കങ്ങൾ ഉണ്ടാകും ഇല്ലേ, എന്തെങ്കിലും ഡിജിറ്റുകൾ എഴുതിയിട്ടുണ്ടാകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് തന്നെ അപ്പൊ ഒന്ന് നോക്കാം കേട്ടോ. ഇങ്ങനെ ബാർകോഡ് എടുത്ത് നോക്കണേ. അപ്പൊ അതിന്റെ താഴെ ഇങ്ങനെ ഡിജിറ്റ് നമ്പറുകൾ ഉണ്ടാകും. അപ്പൊ ഈ ബാർകോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റുകള് ആ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയ കോഡുകൾ, അത് ഒരു നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് രീതിയിലാണ് ആ ബാർകോഡ് ആക്കിയിട്ടുള്ളത്. ഓരോ ഡിജിറ്റുകൾ ഉണ്ട്, ഓരോ ഡിജിറ്റും ഓരോന്നിനായി ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോ ഫസ്റ്റ് ഡിജിറ്റ് ഉൽപ്പന്നത്തിന്റെ പേരായിരിക്കാം, സെക്കൻഡ് ഡിജിറ്റ് അതിന്റെ അളവായിരിക്കാം. അങ്ങനെ ഓരോ ഡിജിറ്റും ഓരോന്നിനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മള് സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോൾ ബാർകോഡ് ഒക്കെ വെച്ചിട്ട് അവർ കമ്പ്യൂട്ടറിൽ സെൻസർ ചെയ്യുമ്പോൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അതിൽ കിട്ടും. ഓക്കെ, ജസ്റ്റ് പറഞ്ഞല്ലോ കേട്ടോ എന്താണ് ബാർകോഡ് എന്ന്. അപ്പൊ ഇവിടെ പറയുന്നത് സ്പെസിമെൻ ലേബലിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് പേരും ഏജുമാണ് എഴുതുന്നത്, അല്ലെങ്കിൽ ബാർകോഡ് യൂസ് ചെയ്യാം. ഈ ബാർകോഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പരമാവധി പിശകുകൾ, എറേഴ്സിന്, തെറ്റുകൾ നമുക്ക് കുറയ്ക്കാം എന്നാണ് പറയുന്നത്. ദെൻ അടുത്ത കാര്യം നോക്കാം. ലേബൽ മേ ഇൻക്ലൂഡ് ഫോളോയിങ് ഡീറ്റെയിൽസ്. ഇനി നമ്മള് സാമ്പിള് ലേബൽ ചെയ്യുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നതെന്ന് നോക്കാം. പേഷ്യന്റ് നെയിം, ഏജ് ആൻഡ് ജെൻഡർ. പേഷ്യന്റിന്റെ പേര് എഴുതും, പേഷ്യന്റിന്റെ വയസ്സ്, അതുപോലെ ജെൻഡർ, ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്നുള്ളത്. പേഷ്യന്റ് ID എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ID, എന്തെങ്കിലും നമ്പറോ മറ്റോ, അഡ്മിഷൻ നമ്പറോ അല്ലെങ്കിൽ ID. ടെസ്റ്റ് റിക്വസ്റ്റഡ്, ഏത് ടെസ്റ്റ് ആണോ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് ആ ടെസ്റ്റിന്റെ പേര്. ടൈം ആൻഡ് ഡേറ്റ് ഓഫ് സ്പെസിമെൻ കളക്ഷൻ. ഇപ്പൊ ബ്ലഡ് സാമ്പിൾ എടുത്തു, ആ ഒരു ടൈമും ഡേറ്റും കറക്റ്റ് എന്നാണ് സാമ്പിൾ എടുത്തത്, ആ ഡേറ്റും ടൈമും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ലേബൽ ചെയ്യുമ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് വണ്ണാണ് നമ്മൾ നോക്കിയത്, സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. സ്പെസിമെനിന്റെ ഒപ്പം എന്ത് ചെയ്യുന്നു, സാമ്പിളിന്റെ ഒപ്പം പേരും ഏജും എഴുതുന്നു. ദെൻ ചിലപ്പോൾ നമുക്ക് ബാർകോഡ് യൂസ് ചെയ്യാം. ബാർകോഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എറേഴ്സുകളെ നമുക്ക് പരമാവധി കുറയ്ക്കാം. ദെൻ ലേബലിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങള് പേഷ്യന്റിന്റെ നെയിം, ഏജ്, പേഷ്യന്റ് ID, ടെസ്റ്റ് റിക്വസ്റ്റഡ്, ഏത് ടെസ്റ്റ് ആണോ നമ്മളോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ദെൻ സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്ത് ടൈമും അതുപോലെ തന്നെ ഡേറ്റും. ഓക്കെ, പെട്ടെന്ന് വായിച്ചു നോക്കിയേ. ഒന്നാമത്തെ പോയിന്റ് വായിക്കാം കേട്ടോ, പെട്ടെന്ന് വായിക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ലേ ഫസ്റ്റ് പോയിന്റ്? ഇനി സെക്കൻഡ് പോയിന്റ് പറയുന്നത് റിക്വസിഷൻ ഫോം, ടെസ്റ്റ് റിക്വസിറ്റ് ഫോം.
റിക്വസിഷൻ ഫോം, അതായത് നമ്മള് ഡോക്ടറാണ് നമുക്ക് റിക്വസിഷൻ ഫോം തയ്യാറാക്കുന്നത് അല്ലെ. ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ നമ്മൾക്ക് ആ ചീട്ടിൽ എഴുതിയിട്ടുണ്ടാകും. നമ്മൾ ആ ഒരു ഫോം വെച്ചാണ് നമ്മൾ ലബോറട്ടറിയിലേക്ക് പോകുന്നത്, ആണോ? അല്ലെ, ഡോക്ടർ അല്ലെങ്കിൽ ലബോറട്ടറി ജീവനക്കാരുടെ ഇഷ്ടത്തിനല്ലല്ലോ ടെസ്റ്റുകൾ ചെയ്യുന്നത്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന ടെസ്റ്റ് ഏതാണോ അതാണ് നമ്മൾ, അത് ഡോക്ടർ എഴുതി തരും ഇല്ലേ. നമുക്ക് ചെറിയൊരു ഇതില് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ യൂറിൻ ടെസ്റ്റ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എഴുതി തരാറുണ്ട് അല്ലെ. അതിനെയാണ് റിക്വസിഷൻ ഫോം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോക്കാം. The requisition form should be finished by the doctor or health worker. Underline ചെയ്യാം, റിക്വസിഷൻ ഫോം ഫിനിഷ് ചെയ്യുന്നത്, അതായത് കംപ്ലീറ്റ് നമുക്ക് റിക്വസിഷൻ ഫോം എഴുതി തരുന്നത് ആരാണ്? ഡോക്ടർ ഓർ ഹെൽത്ത് വർക്കർ. ഡോക്ടർ ആണ് മെയിൻ ആയിട്ട് തരുന്നത് അല്ലെ. Then requisiting the test and send it together with the specimen patient to the laboratory. അപ്പോ ഡോക്ടർ എഴുതുന്ന റിക്വസിഷൻ ഫോമിന്റെ ഒപ്പം നമ്മള് സാമ്പിള് എടുത്തിട്ട് നമ്മൾ ഈ റിക്വസിഷൻ ഫോമും സാമ്പിളും കൂടിയിട്ടാണ് നമ്മൾ എവിടെ പോകുന്നത്? ലബോറട്ടറിയിലേക്ക് പോകുന്നത്. നോർമലി നമ്മള് ഓൾറെഡി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. നമ്മള് ഡോക്ടറെ കണ്ടു, അപ്പൊ ഡോക്ടർ ബാക്കി ട്രീറ്റ്മെന്റ്സ് മരുന്നുകളൊക്കെ എഴുതി, എന്നിട്ട് പറഞ്ഞു ഒന്ന് ബ്ലഡ് സാമ്പിൾ ഒന്ന് എടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്തേക്കൊന്നും പറഞ്ഞ് ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ സാമ്പിൾ പോയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും? ആ ഡോക്ടറിന്റെ റിക്വസിഷൻ ഫോം അല്ലെ, ഡോക്ടർ എഴുതി തന്ന ഒരു ചീട്ടായിട്ടാണ് നമ്മൾ എവിടെ പോകുന്നത്? ലബോറട്ടറിയിലേക്ക് പോകുന്നത് അല്ലേ, ആണോ? അങ്ങനെയല്ലേ പോകാറ്? ഡോക്ടർ എഴുതിയിട്ടുള്ള ഒരു ചീട്ട് നമ്മുടെ കയ്യിലുണ്ടാകും അല്ലെ. അതാണ് നമ്മൾ ലബോറട്ടറിയിൽ കൊണ്ട് കൊടുക്കുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റിൽ അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി സെക്കൻഡ് വൺ, the patient's identity, age, location, date and time of specimen collection. അല്ലെ, അതുപോലെ പേഷ്യന്റിന്റെ ഐഡന്റിറ്റി എഴുതും, മീൻസ് നെയിം എഴുതും, ഏജ്, ലൊക്കേഷൻ, then date, time, ഇതെല്ലാം അവർ ലബോറട്ടറിയിൽ രേഖപ്പെടുത്തും. Then investigation requested and source of sample, example for culture and histopathology should be included. അതുപോലെ ആ സാമ്പിള് എന്തിനു വേണ്ടിയിട്ടാണത്? ഇപ്പൊ നമ്മള് യൂറിൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കൾച്ചർ ചെയ്യാനായിരിക്കും അല്ലെ. കൾച്ചർ ചെയ്യാനാണെങ്കിൽ അതുകൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതുന്നവരെ. ഇപ്പൊ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗകാരണങ്ങൾ കണ്ടെത്താനോ അല്ലെങ്കിൽ ഇപ്പൊ കൾച്ചർ ചെയ്യാനൊക്കെ ആണെങ്കിൽ അതും കൂടി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സാമ്പിള് കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് അസുഖം അല്ലെങ്കിൽ എന്ത് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്, ഏത് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്? മീൻസ് കൾച്ചർ ചെയ്തിട്ട് ചിലപ്പോൾ അവന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ്, അല്ലെങ്കിൽ ബ്ലഡ് ആണെങ്കിൽ ബ്ലഡില് നമ്മള് ഇപ്പോ എന്താ ഷുഗർ ടെസ്റ്റ് ചെയ്യാനോ അങ്ങനെ മറ്റെന്താണോ നമ്മൾ ചെയ്യാനുള്ളത് അതും ഒന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. സോ എന്ത് ചെയ്യുന്നു? ഫോർ എക്സാമ്പിൾ കൾച്ചർ ആൻഡ് ഹിസ്റ്റോപാത്തോളജി, രോഗനിർണയത്തിനോ അല്ലെങ്കിൽ ഇപ്പൊ കൾച്ചർ ചെയ്യാനോ ആണോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി നമ്മൾ ഈ ഒരു ലബോറട്ടറിയിൽ അവർ ഇൻക്ലൂഡ് ചെയ്ത് വെക്കുന്നു. അത് രണ്ട് പോയിന്റ്സ് റിക്വസിഷൻ ഫോമിൽ പറയുന്നത്. റിക്വസിഷൻ ഫോം എന്താണെന്ന് ക്ലിയർ ആയോ? അതായത് ഡോക്ടേഴ്സ് നമുക്ക് ഫോർ ട്രീറ്റ്മെന്റിന് ശേഷം ഡോക്ടർ നമുക്ക് ഇന്ന ടെസ്റ്റ് ചെയ്യണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ യൂറിൻ നോക്കണം, സാമ്പിൾ എടുക്കണം, കൾച്ചർ ചെയ്യണം അല്ലെ എന്ന് ഡോക്ടറാണ് നമുക്ക് എഴുതി തരുന്നത്. സോ നമ്മൾ ഈ സാമ്പിൾ കൊണ്ട് നമ്മൾ സാമ്പിൾ എടുത്തിട്ട് ലബോറട്ടറിയിലേക്ക് പോകുന്നത് ഡോക്ടർക്ക് ഈ ചീറ്റോട് കൂടിയിട്ടാണ്. അപ്പൊ ഇന്ന ടെസ്റ്റ് ആണ്, ഓക്കെ, അപ്പൊ അവര് അതനുസരിച്ചിട്ട് ആ ടെസ്റ്റ് ആണ് നമുക്ക് ലബോറട്ടറിയിൽ ചെയ്തു തരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? റിക്വസിഷൻ ഫോം ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് പെട്ടെന്ന് വായിക്കാം. ഓരോ പോയിന്റും വായിക്കാൻ പറയുന്നത് ഇനി അവിടെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ വായിപ്പിക്കുന്നത് ഒരുപാട് എടുത്തിട്ട് വായിക്കുന്നത് നല്ലതല്ലേ. നമ്മൾ എടുത്ത കാര്യം നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, വായിച്ചു നോക്കാം, വായിച്ച് മനസ്സിലാക്കാം കേട്ടോ.
കംപ്ലീറ്റ് ചെയ്തോ റിക്വസിഷൻ ഫോം? ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. അടുത്ത മൂന്നാമത്തെ പോയിന്റ് ആണ് കേട്ടോ. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് സാമ്പിൾ അക്സെപ്റ്റൻസ് ആൻഡ് റിജക്ഷൻസ് അല്ലെ. അതായത് നമ്മൾ ലബോറട്ടറിയിൽ കൊണ്ട് സാമ്പിൾ കൊടുക്കുമ്പോൾ അത് അവർ അക്സെപ്റ്റ് ചെയ്യും, ചില ടൈമിൽ അവർ അത് റിജക്ട് ചെയ്യും അല്ലെ. ചില ടൈമിൽ നമ്മളോട് അത് റിജക്ട് ചെയ്തിട്ട് എന്തെങ്കിലും റീസൺസ് ഉണ്ടാകാം അല്ലെ. നോക്കാം. All specimens should be checked on receiving in the laboratory for fitness for test. These tests should include suitable container, quantity, volume in case of blood urine sample, quality of sample in the case of tissue sample, any leakage, etc. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ ഓരോ സാമ്പിളുകളും ലബോറട്ടറിയിൽ പരിശോധനയ്ക്കായിട്ട് കൊടുക്കുമ്പോൾ അവരത് സ്വീകരിക്കുന്നതിന് മുൻപായിട്ട് പരിശോധിക്കേണ്ടതുണ്ടെന്ന് അല്ലെ. എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങള്? അത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടെയ്നറിലാണോ? ചിലപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്ലഡോ യൂറിനൊക്കെ ആണെങ്കിൽ ബ്ലഡ് പിന്നെ നമ്മളുടെ അവർ തന്നെ ആയിരിക്കും എടുക്കുന്നത് അല്ലെ. ഇപ്പൊ യൂറിനൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ യൂറിൻ എടുത്തിട്ട് അവർക്ക് ലബോറട്ടറിയിൽ കൊടുക്കുകയാണ് ചെയ്തത്. ചിലപ്പോ അത് കണ്ടെയ്നർ മീൻസ് അത് ചെറിയൊരു കുപ്പി ഉണ്ടാവുമല്ലോ, അതിൽ ചിലപ്പോൾ ടൈറ്റ് അല്ലെങ്കിൽ പകുതി ചിലപ്പോൾ പോയിട്ടുണ്ടാകും അല്ലെ. കൃത്യമായിട്ടുള്ള ഒരു അളവ് വേണം കേട്ടോ. ക്വാണ്ടിറ്റി ആൻഡ് വോളിയം കൃത്യമായിട്ടുള്ള ഒരു അളവ് വേണം, എങ്കിലേ അത് ടെസ്റ്റ് കംപ്ലീറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. നല്ലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ ആ കറക്റ്റ് വോളിയം ആ ഒരു അളവിൽ ഉണ്ടായിരിക്കണം. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർ ചെക്ക് ചെയ്യുന്നു. Then quality of sample. ഇനിയിപ്പോ ടിഷ്യൂസിന്റെ ഒക്കെ നമ്മുടെ കലകള് ടിഷ്യൂസിന്റെ ഒക്കെ എന്തെങ്കിലും പരിശോധിക്കാനാണെങ്കിലും അതും ക്വാളിറ്റിയുള്ള ടിഷ്യൂസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. Then any leakage. നമ്മൾ ഈ യൂറിനൊക്കെ കൊണ്ടുപോകുമ്പോൾ അത് ലീക്കേജ് ആയിട്ട് പകുതി പോയിട്ടുണ്ടാകും അല്ലെ. അപ്പോ ആ ഇച്ചിരി വെച്ചിട്ട് നോക്കാനായിട്ട് പറ്റില്ല, അതിന് കറക്റ്റ് വോളിയം വേണം അല്ലെ. അപ്പൊ അത് കറക്റ്റ് വോളിയത്തിലാണോ, ലീക്കേജ് ഒന്നും വരാൻ പാടില്ല. ഇതെല്ലാം വ്യക്തമായിട്ട് പരിശോധിച്ചിട്ടാണ് അവര് സാമ്പിള് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലബോറട്ടറിയിൽ കൃത്യമായിട്ട് പരിശോധന നടത്തുന്നു. ഓക്കെ. Then രണ്ടാമത് പറയുന്നത് records should be kept for acceptance rejection with the reasons and actions specified of all samples received in the laboratory as per the criteria defined earlier അല്ലെ. ഓൾറെഡി ഓരോ ക്രൈറ്റീരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മാനദണ്ഡങ്ങൾ അല്ലെ. ലബോറട്ടറിയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിട്ടയായിട്ടുള്ള ഒരു മാനദണ്ഡങ്ങളുണ്ട്. സോ ആ മാനദണ്ഡങ്ങളെയൊക്കെ അനുസരിച്ച് ലബോറട്ടറി ലഭിക്കുന്ന എല്ലാ സാമ്പിളുകളും അവർ സ്വീകരിക്കണമെന്നില്ല അല്ലെ. ചിലപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ഇങ്ങനെ റിസൾട്ട്സ് കൊണ്ട് ഇപ്പൊ ലീക്കേജ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എടുത്ത അളവ് കൃത്യമായിട്ടുണ്ടാവില്ല എന്ന കാരണങ്ങളാൽ അത് റിജക്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇങ്ങനെ റിജക്ട് ചെയ്യുന്ന സാമ്പിളുകളുടെ വിത്ത് റീസൺസ് ആൻഡ് ആക്ഷൻ സ്പെസിഫൈഡ് ചെയ്തിരിക്കണം. അതായത് അതിന്റെ എന്തുകൊണ്ടാണ് റിജക്ട് ചെയ്തത് അതിന്റെ റീസൺ പറഞ്ഞിരിക്കണം അല്ലെ. ഇപ്പൊ നമ്മള് ഒരു സാമ്പിൾ കൊണ്ട് കൊടുത്തു, അപ്പൊ അവർ പറയുന്നത് പറ്റില്ല, ഒന്നുകൂടി ചിലപ്പോൾ യൂറിൻ വീണ്ടും കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും, കാരണം അതിന് കൃത്യമായിട്ടുള്ള വോളിയം ഇല്ല, അല്ലെങ്കിൽ അത് ലീക്കേജ് എന്തോ പറ്റിയിട്ടുണ്ട്, അപ്പോ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയില്ല എന്നിങ്ങനെയുള്ള റീസൺസ് അല്ലെങ്കിൽ ആക്ഷൻസ്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പേഷ്യന്റിനോട് പറഞ്ഞു കൊടുക്കുക. Of all samples received in the laboratory as per correct criteria അല്ലെ. നേരത്തെയുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച്, അതായത് കറക്റ്റ് വോളിയത്തിലുണ്ടോ, ലീക്കേജുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ അനുസരിച്ച് കൊണ്ട് വേണം ഈ സാമ്പിൾ അവർ കളക്ട് ചെയ്യുവാൻ. സോ അവർ കളക്ട് ചെയ്തില്ല, റിജക്റ്റ് ആയി പോയെങ്കിൽ അതിനുള്ള റീസൺസ് പറഞ്ഞു കൊടുക്കുക. ഇപ്പോ ലീക്കേജ് ഉണ്ട് അല്ലെങ്കിൽ വേറൊരു കണ്ടെയ്നർ കൊടുക്കുക, എന്നിട്ട് രണ്ടാമത് വീണ്ടും ഒന്നുകൂടി നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കൃത്യമായിട്ട് പറയുക പേഷ്യന്റിനോട്. ഓക്കെ. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ഇഫ് ലബോറട്ടറി റിജക്ട് എനി സാമ്പിൾ അല്ലെ. ഇപ്പൊ ലബോറട്ടറി എന്ത് ചെയ്തു, റിജക്ട് ചെയ്യുന്ന സാമ്പിൾ നമ്മളൊരു യൂറിൻ എന്തെങ്കിലും കൊണ്ടുചെന്നു, അപ്പൊ എന്ത് ചെയ്തു, അവർ റിജക്ട് ചെയ്തു. ഇറ്റ് ഷുഡ് ബി ഇൻഫോംഡ് ദ പേഷ്യന്റ്. പേഷ്യന്റിനോട് അത് ഇൻഫോം ചെയ്യാം, പേഷ്യന്റിനോട് അല്ലെങ്കിൽ ഡോക്ടറോടോ ഇൻഫോം ചെയ്യാം. ദെൻ റീകളക്ഷൻ, ഒന്നുകൂടി അവരെ കൊണ്ട് സാമ്പിൾ റീകളക്ഷൻ ചെയ്യിപ്പിക്കുക, എന്നിട്ട് വീണ്ടും റിപ്പീറ്റ് ഒന്നുകൂടി അത് ടെസ്റ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് സാമ്പിൾ അക്സെപ്റ്റൻസ് ആൻഡ് റിജക്ഷൻസിൽ പറയുന്നത്. ക്ലിയർ ആണോ? അതായത് സാമ്പിൾ കൊണ്ടു ചെല്ലുമ്പോൾ കൃത്യമായിട്ട് പരിശോധിക്കുക, ലീക്കേജ് എന്തെങ്കിലുണ്ടോ, കറക്റ്റ് വോളിയാണോ പരിശോധിക്കുക. ദെൻ റിജക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റീസൺ പറയുക. ദെൻ റിജക്ട് ചെയ്യുമ്പോൾ പേഷ്യന്റിനോട് ഇൻഫോം ചെയ്യുക, ഒന്നുകൂടി റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യന്റിനെ ഇൻഫോം ചെയ്യുക. ഓക്കെ. ക്ലിയർ ആണോ? വായിച്ചു നോക്കാം കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് വായിക്കുക, സാമ്പിൾ അക്സെപ്റ്റൻസ് ആൻഡ് റിജക്ഷൻസ്.
sample acceptance and rejections. Okay, complete ചെയ്തോ മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ, ഇനി ഫോർത്ത് വൺ നോക്കാം. നാലാമത്തെ പോയിന്റ് ലബോറട്ടറി റെക്കോർഡ്. എങ്ങനെയാണ് ലബോറട്ടറിയിലെ റെക്കോർഡിന്റെ കാര്യങ്ങൾ? ഫസ്റ്റ് വൺ, ഓൾ the released laboratory reports should be stored as per national regulator needs. എല്ലാ റിപ്പോർട്ടുകളും അല്ലെ, ലബോറട്ടറിയിൽ ചെയ്യുന്ന റിപ്പോർട്ടുകൾ അത് റിലീസ് ചെയ്യുമ്പോൾ പുറത്തിറക്കിയ എല്ലാ ലബോറട്ടറി റിപ്പോർട്ടുകളും ദേശീയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആവശ്യങ്ങൾക്കനുസരിച്ച് സൂക്ഷിക്കണം. അതായത് ലബോറട്ടറി റിപ്പോർട്ട്സ് കറക്റ്റ് റെഗുലർ നീഡ്സിന് വേണ്ടി മാത്രം ഉപയോഗിക്കാതെ, അല്ലാതെ അത് പുറത്ത് മറ്റാർക്കും അത് എന്ത് ചെയ്യാൻ പാടില്ല, ഷെയർ ചെയ്യാൻ പാടില്ല. റെഗുലേറ്ററി നീഡ്സ്, ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി മാത്രമേ ലബോറട്ടറി റിപ്പോർട്ട്സ് റിലീസ് ചെയ്യാൻ പാടുള്ളൂ. Then second one, the records can be kept physical copies as instrument printout photocopies. നമ്മുടെ റെക്കോർഡ്സുകളുടെ റിപ്പോർട്ടുകൾ ഫിസിക്കൽ കോപ്പീസ് ആയിട്ട്, അതായത് നമ്മൾ ഓൾറെഡി പേപ്പറിൽ ചെയ്യുന്ന ഫിസിക്കൽ കോപ്പീസ് ആയിട്ടോ അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട്സ് ഫോട്ടോ കോപ്പീസ് ആയിട്ട് വെക്കാം. ഓർ ഇലക്ട്രിക്കലായിട്ട് മീൻസ് സിസ്റ്റം ബേസ്ഡ് സിസ്റ്റത്തിൽ അത് അപ്ലോഡ് ചെയ്തിടാണ്. LIS or HIS. LIS എന്ന് വെച്ചാൽ എന്താ, എഴുതിയെടുക്കുക കേട്ടോ, ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം. എക്സാമിന് ചോദിക്കും LIS, ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം. അതായത് ലബോറട്ടറിയുടെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ലബോറട്ടറിയിലെ സിസ്റ്റത്തിൽ അവര് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിടും. ഓരോ പേഷ്യൻസിന്റെ വരുന്നതും ഡേറ്റും അവരുടെ റിസൾട്ടും അവർ കൃത്യമായിട്ട് അതിൽ എൻട്രി ചെയ്തിടും. ഓക്കെ, അതാണ് LIS പറയുന്നത്, ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം. ലബോറട്ടറിയിൽ മാത്രം വരുന്ന റിപ്പോർട്ടുകളും ഡീറ്റെയിലുകളുമാണ് LIS ഉള്ളത്. HIS എന്ന് വെച്ചാൽ എന്താ, ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ടോട്ടലി ലബോറട്ടറി റിപ്പോർട്ടുകളും എല്ലാ റിപ്പോർട്ടുകളും ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ വരുന്നതാണ് അല്ലെ. ഓക്കെ, അപ്പൊ രണ്ട് എക്സ്പാൻഡഡ് ഫോം ആയിട്ട് അതില്ല, LIS ഉം HIS ഉം. ഓക്കെ, then മൂന്നാമത്തെ പോയിന്റ് നോക്കാം. യൂസ് ഓഫ് LIS, ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം, enables a laboratory to track the specimen from received processing, testing and reporting in storage. അല്ലെ, അവിടെ പറയുന്നത് എന്താണ്, ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലെ, അത് ലബോറട്ടറി, അതായത് നമ്മൾ പറഞ്ഞു LIS-ലെ എല്ലാ കാര്യങ്ങളും പേഷ്യൻസിനെ സംബന്ധിച്ച് ഒരു ലബോറട്ടറിയിൽ വരുന്ന എല്ലാ പേഷ്യൻസിന്റെയും വിവരങ്ങളും ഡീറ്റെയിലും അതുപോലെ അവർ ചെയ്യുന്ന എന്തൊക്കെയാണോ ടെസ്റ്റുകൾ ചെയ്യുന്നതും അതിന്റെ റിസൾട്ടുകളും കൃത്യമായിട്ടും ഡേറ്റ് അടക്കം എല്ലാം അവർ ഈ LIS-ൽ ചെയ്തിട്ടുണ്ടാകും. സോ ഈ ഒരു ഉപയോഗം, അതായത് നമ്മൾ LIS-ൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പ്രോസസ് ചെയ്യാനും നമുക്ക് പെട്ടെന്ന് തന്നെ വീണ്ടും കഴിഞ്ഞ റിസൾട്ട് എടുക്കാനോ അല്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് റിപ്പോർട്ടുകൾ സ്റ്റോറേജിലായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ട്രാക്ക് ചെയ്ത് കൊണ്ടുവരാനും സാധിക്കുന്നത്. അതായത് ഓൾറെഡി എല്ലാ ഇൻഫോർമേഷനും ഇവിടെ ഉണ്ട്. ഇപ്പൊ നമുക്കിപ്പോ ഒരു പഴയ റിപ്പോർട്ട് എടുക്കണമെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഡേറ്റും ചിലപ്പോ ആളുടെ പേര് മടിച്ചു ID നമ്പർ മടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ സാമ്പിളുകളുടെ ഡീറ്റെയിൽസും മറ്റും ട്രാക്ക് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ലബോറട്ടറി റെക്കോർഡ് പെട്ടെന്ന്
തന്നെ അത് നമുക്ക് ഈസി ആയിട്ട് ഇപ്പൊ നമ്മളൊരു പേപ്പർ ആണെങ്കിൽ അത് നോക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ചാർട്ട് ചെയ്യുന്നതൊക്കെ. പക്ഷെ ഇപ്പൊ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് ആ ഡേറ്റും കാര്യങ്ങളും അടിച്ചാൽ തന്നെ ഓൾറെഡി അപ്പൊ തന്നെ എന്ത് വരും, ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കിട്ടും അല്ലെ. വായിച്ചു നോക്കാം കേട്ടോ, പറയാം ഒന്നുകൂടി പറയാം, വായിച്ചു നോക്കാം പോയിന്റ്. LIS എന്ന് പറയുന്നത് എന്താണെന്ന് ക്ലിയർ ആയോ? ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം. ഒരു ലബോറട്ടറിയിലെ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കും അറിയാലോ. സോ ആ ലബോറട്ടറിയിലെ പേഷ്യൻസിനെ, വരുന്ന പേഷ്യൻസിന്റെ വിവരങ്ങള്, അവർ ചെയ്യുന്ന ടെസ്റ്റുകള്, അതിന്റെ ഡീറ്റെയിൽ റിസൾട്ടുകൾ കൃത്യമായിട്ട് ഈ ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകും. സോ അതിനാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലബോറട്ടറിയിലെ പെട്ടെന്ന് തന്നെ പ്രോസസ്സിങ് കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ റിസൾട്ട് എടുക്കാനും ടെസ്റ്റിങ്ങുകളും റിപ്പോർട്ടുകളും പെട്ടെന്ന് തന്നെ സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഈസി ആയിട്ട് ഇപ്പൊ ഒരാളുടെ പേര് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റിസൾട്ട് കാര്യങ്ങൾ നമുക്ക് വേഗത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് ആ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ ട്രാക്ക് ചെയ്ത് എടുക്കാറുണ്ട്. നമ്മളൊരു ഫയലാണെങ്കിൽ നമ്മളത് അന്വേഷിച്ച് ഓരോ പേജസും തപ്പി കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ഇവിടെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. LIS-ഉം HIS-ഉം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എഴുതിയിട്ടുണ്ടല്ലോ എക്സാമിന് ചോദിക്കുവേ. ഓക്കെ, HIS എഴുതിയിട്ടില്ലേ? എഴുതാത്തവരെ എഴുതിയെടുക്കണോട്ടോ, അത് ഇമ്പോർട്ടന്റ്.
ഓക്കെ, അപ്പൊ അടുത്ത പോയിന്റിലേക്ക് പോവാട്ടോ. ലബോറട്ടറി റെക്കോർഡ്സ് ഇൻക്ലൂഡ് ബട്ട് ആർ നോട്ട് ലിമിറ്റഡ് ടു ദ ഫോളോയിങ്. എന്തൊക്കെയാണ് നമ്മൾ ഒരു ലബോറട്ടറി റെക്കോർഡ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന്? then not limited to the following. ഇതിൽ മാത്രം പരിമിതപ്പെടുന്നില്ല, കുറച്ചുകൂടി ഉണ്ട്. എങ്കിലും മെയിൻ ആയിട്ട് ഒരു ലബോറട്ടറി റെക്കോർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, പോയിന്റ്സ് പഠിച്ചു വെക്കണം, കാരണം എക്സാമിന് ഏതൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ചോദിക്കും. ഓക്കെ, നോക്കാം. ഫസ്റ്റ് വൺ റിക്വസിറ്റ് ഫോം. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഡോക്ടേഴ്സ് ആയിട്ടുള്ള റിക്വസിറ്റ് ഫോമുകൾ. then result and copies of reports. നമ്മൾ റിസൾട്ടുകളുടെ കോപ്പിയും അതിന്റെ റിപ്പോർട്ട്സുകളും. ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്സ്. ഓരോ ഇൻസ്ട്രുമെന്റ്സിന്റെ, അതായത് ടെസ്റ്റിംഗ് സമയത്ത് നമ്മൾ ടെസ്റ്റ് കഴിയുമ്പോൾ നമുക്കിപ്പോ ഒരു ഷുഗർ ടെസ്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് കിട്ടും ഇല്ലേ? എത്രയാണെന്നൊക്കെ ഉള്ള അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് കിട്ടില്ലേ? കോപ്പി കിട്ടില്ലേ? നമ്മൾ ഏത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊരു റിസൾട്ടിന്റെ പ്രിന്റ് ഔട്ട്, അതാണ് ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്. ലബോറട്ടറി വർക്ക് ബുക്ക് ആൻഡ് വർക്ക് ഷീറ്റ്. ലബോറട്ടറി സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ എഴുതുന്ന അവരുടെ ഒരു വർക്ക് ബുക്കും വർക്ക് ഷീറ്റും. ദെൻ ലബോറട്ടറി രജിസ്റ്റർ. അവിടെ വരുന്ന പേഷ്യൻസിന്റെ പേരും ഡേറ്റും ഡീറ്റെയിൽസും കാര്യങ്ങൾ എഴുതുന്ന രജിസ്റ്റർ. ദെൻ കാലിബ്രേഷൻ റെക്കോർഡ്സ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ്. കാലിബ്രേഷൻ റെക്കോർഡ്സ്, ദെൻ കാൽക്കുലേഷൻ ഫാക്ടേഴ്സ്. കാലിബ്രേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഓരോ എക്യുപ്മെന്റും എത്രത്തോളം എന്താണ്, എങ്ങനെയാണ് പ്രവർത്തനക്ഷമമാണോ, അല്ലെങ്കിൽ ആ എക്യുപ്മെന്റ്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അതിന്റെ കാലിബ്രേഷനും കാൽക്കുലേഷൻ. അതിനിപ്പോ പുതിയ എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ടോ, ഇപ്പൊ ഏതെങ്കിലും എക്യുപ്മെന്റുകള് മറ്റു മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യില്ലേ, അതിന്റെ ഡീറ്റെയിൽസ് കേട്ടോ. ഏതായിരുന്നു പോയിന്റ്? വ്യത്യാസം ഉണ്ടോ? നിങ്ങളുടെ PDF എങ്ങനെയാ കിടക്കുന്നത്? കാലിബ്രേഷൻ റെക്കോർഡ്സ് എന്നാണോ അല്ലെങ്കിൽ ആക്യുറേറ്റ് എന്നാണോ PDF? കാലിബ്രേഷൻ തന്നെയാണ്. ഓക്കെ, കാലിബ്രേഷൻ റെക്കോർഡ്. കാലിബ്രേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കറക്റ്റ് ആയിട്ട് അതിന്റെ കാലിബ്രേഷൻ ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ്. ഇപ്പൊ എക്യുപ്മെന്റ്സിനൊക്കെ അത് കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെ നമ്മൾ അളക്കില്ലേ, അതാണ് കാലിബ്രേഷൻ ഉദ്ദേശിക്കുന്നത്. അവിടെ കാലിബ്രേഷൻ റെക്കോർഡ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ് ആണ് അല്ലെ. ടെക്സ്റ്റിൽ ഒന്ന് റെഫർ ചെയ്യാം കേട്ടോ. കാലിബ്രേഷൻ അവിടെ ആക്യുറേറ്റ്, കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ ഓരോ പ്രൊഡക്റ്റുകളുടെയും മീൻസ് ആക്യുറേറ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള, നമ്മൾ പറഞ്ഞില്ലേ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കൊണ്ട് പാലിക്കുകയാണെന്ന്. ആക്യുറേറ്റ് എന്ന് സൈഡിൽ ഒന്ന് എഴുതിയിട്ടേക്കാം, ടെക്സ്റ്റ് നോക്കിയിട്ട് ഒന്ന് റെഫർ ചെയ്തിട്ട് അടുത്ത ദിവസം പറയാം കേട്ടോ. അതിന്റെ കൃത്യമായിട്ടുള്ളത് ചിലപ്പോൾ എന്തെങ്കിലും കറപ്ഷൻസ് ഒക്കെ വരാറുണ്ട്. എഡിറ്റ് ചെയ്തപ്പോഴേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം കേട്ടോ. അപ്പൊ ഒന്ന് അത് അക്യുറേറ്റ് എന്ന് എഴുതി വെച്ചോളൂ. അതിന്റെ മീനിങ് അക്യുറേറ്റ് ആയിട്ടുള്ള റെക്കോർഡുകളും മറ്റും കീപ്പ് ചെയ്യാന്നുള്ളത്. ദെൻ അപ്പൊ അതിലൊന്ന് സ്റ്റാർ ചെയ്ത് വെച്ചേക്കുക. അടുത്ത ക്ലാസ്സിൽ അവിടെ തിരുത്താനുണ്ടെങ്കിൽ, തിരുത്തലുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. ഓക്കെ, ഒന്ന് സ്റ്റാർ മാർക്ക് ചെയ്തിട്ടേക്ക് കേട്ടോ അവിടെ. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിലെ ടെക്സ്റ്റ് കയ്യിൽ ചെയ്യുമ്പോൾ ടെക്സ്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം കേട്ടോ. സ്റ്റാർ മാർക്ക് ചെയ്തിട്ടേക്കും. ദെൻ QC റെക്കോർഡ്സ്. QC റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ക്വാളിറ്റി കൺട്രോൾ റെക്കോർഡ്. നമ്മളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് അതിന്റെ റെക്കോർഡ്സുകൾ, ക്വാളിറ്റി മാനുവൽ. ഇൻസിഡന്റ് ബുക്ക്, കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്സ് അല്ലെ, ഇൻസിഡന്റ് ബുക്സ്. മറ്റെന്തെങ്കിലും ലബോറട്ടറിയിൽ നടക്കുന്ന സംഭവങ്ങളോ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതുന്ന ബുക്ക്. കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്സ്, കൃത്യമായിട്ടുള്ള തിരുത്തൽ പ്രവർത്തന റിപ്പോർട്ടുകൾ. എന്തെങ്കിലും തിരുത്തലുകളോ അല്ലെങ്കിൽ റിസൾട്ടുകളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റീകളക്ഷൻ ഒക്കെ ചെയ്തിട്ട് ഒന്നുകൂടി സാമ്പിളൊക്കെ പരിശോധിക്കില്ലേ, അങ്ങനെയുള്ള കേസസുകൾ. സ്റ്റോക്ക് കാർഡ്സ് ആൻഡ് സപ്ലൈ റെക്കോർഡ്സ്. സ്റ്റോക്ക് കാർഡുകളും അതുപോലെ തന്നെ സപ്ലൈ റെക്കോർഡ്സുകളും. അതായത് നമ്മള് ഇപ്പോൾ ലബോറട്ടറിയില് എന്താണ് സ്റ്റോക്കുകൾ, ഓരോ എക്യുപ്മെന്റുകളുടെയും മറ്റും സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസും അതിന്റെ റെക്കോർഡ്സ്. പേഴ്സണൽ റെക്കോർഡ്സ്, ബാക്കി പേഴ്സണൽ ആയിട്ട്. ഇൻസിഡന്റ് ബുക്ക് എന്ന് വെച്ചാൽ സംഭവങ്ങളുടെ ബുക്ക്. ഇൻസിഡന്റ് അതായത് സംഭവമാണല്ലോ, അതായത് ലബോറട്ടറിയിൽ നടക്കുന്ന എന്തെങ്കിലും ഇൻസിഡൻസ്. ചിലപ്പോ ഇതുപോലെ നമ്മളിപ്പോ
നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോ എന്താണ് റിജക്ട് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ ചിലപ്പോൾ ഒന്നും കൂടി എടുക്കാൻ പറയും, അല്ലെങ്കിൽ റിസൾട്ടിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ കാണിക്കണമെങ്കിൽ രണ്ടാമതും കൂടിയൊക്കെ പേഷ്യന്റിനെ കൊണ്ട് സാമ്പിൾ ഒക്കെ എടുപ്പിച്ചിട്ട് നമ്മൾ ചെയ്യിക്കാറില്ലേ, അത്തരത്തിലുള്ള സംഭവങ്ങൾ. Then personal record, staff training, competency record and health records. സ്റ്റാഫുകളുടെ റെക്കോർഡുകൾ മീൻസ് അവരുടെ രജിസ്റ്ററുകളും റെക്കോർഡുകളും, അതുപോലെ തന്നെ കോമ്പിറ്റൻസി റെക്കോർഡ്. കോമ്പിറ്റൻസി എന്ന് വെച്ചാൽ കഴിവ്, മീൻസ് ഓരോ സ്റ്റാഫുകളുടെ കഴിവുകളും അതിനുള്ള റെക്കോർഡുകൾ. ഹെൽത്ത് റെക്കോർഡുകൾ, ആരോഗ്യ രേഖകൾ. ഇത്രയുമാണ് പേഴ്സണൽ റെക്കോർഡ്സിൽ വരുന്നത്. Then complaints and their solutions, കംപ്ലൈൻസും അതിനുള്ള സൊല്യൂഷൻസുകൾ. Then inventory or assets. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ വിവര പട്ടികകൾ, കൃത്യമായിട്ടും ആ ഒരു എന്താണ് ലബോറട്ടറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വില മീൻസ് ഒരു പട്ടിക നമ്മൾ സ്റ്റോക്ക് തയ്യാറാക്കില്ലേ, എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, അതിന്റെ ഒരു ഇൻവെന്ററി. Then safety manual, എങ്ങനെയാണ് നമ്മൾ ഒരു ലബോറട്ടറിയിലെ ഓരോ എക്യുപ്മെന്റുകളും കൃത്യമായിട്ടും സേഫ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്, അതിന്റെ ഒരു സേഫ്റ്റി മാനുവൽ. Then budget, എങ്ങനെയൊക്കെയാണ് ബഡ്ജറ്റ് എമൗണ്ടുകളും കാര്യങ്ങളും. SOPs നമ്മൾ എഴുതിയത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങളും എഴുതുന്നത്. വർക്ക് ലോഡ് ആൻഡ് സർവൈലൻസ് റിപ്പോർട്ട്. വർക്ക് ലോഡ് മീൻസ് സർവൈലൻസ് എന്ന് വെച്ചാൽ ഒബ്സർവേഷൻ ഉള്ള ഒരു മീനിങ് ആണ്. റിപ്പോർട്ട് ബുക്ക്, അവിടെ നടക്കുന്ന വർക്കുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യുന്ന ബുക്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ലബോറട്ടറി റെക്കോർഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അത് ഇതുപോലെ തന്നെ നിങ്ങൾ പോയിന്റ് ആയിട്ട് തന്നെ പഠിക്കണം. അതിന്റെ ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് ആ പേരുകൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കി വെക്കാം. ഓക്കെ, SOP എഴുതിയിട്ടുണ്ടല്ലോ ഓൾറെഡി. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, SOP എന്നാണ് പറയുന്നത്. ഓക്കെ, SOP എസ് എന്നുള്ളത് ചെറിയ സ്മോൾ ലെറ്റേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, ഇത് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ, എന്തൊക്കെയാണ് ലബോറട്ടറി റെക്കോർഡ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ആ പേരുകൾ അതുപോലെ തന്നെ പഠിക്കുക, അതിന്റെ ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല, പേര് മാത്രം നോക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ ലബോറട്ടറി റെക്കോർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കണം കേട്ടോ പോയിന്റ്സുകളെ. ദെൻ നെക്സ്റ്റ് നോക്കാം, സേഫ്റ്റി ഇൻ ലബോറട്ടറി. ഈ ഒരു പാരഗ്രാഫ് കൂടി നമുക്കൊന്ന് എടുക്കാം കേട്ടോ. നോക്കാം, സേഫ്റ്റി ഇൻ ലബോറട്ടറി. അപ്പൊ നമുക്കറിയാം ലബോറട്ടറിയിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട്, അവർക്ക് ഒരു സേഫ്റ്റി മെഷർമെന്റ്സുകൾ എടുക്കണ്ടേ, കാരണം അവരെ വിവിധ രാസവസ്തുക്കളുമായിട്ടും മറ്റ് എക്യുപ്മെന്റുകളുമായിട്ടും എല്ലാം കൈകാര്യം ചെയ്യുന്നവരാണ് അല്ലെ. സോ അവർക്കൊരു സേഫ്റ്റി അത്യാവശ്യമാണ്. അപ്പൊ എങ്ങനെയാണ് നോക്കാം, പേഴ്സണൽസ് ഹു working in laboratories may be subjected to risk from various chemicals, infectious materials, fire danger, electrical shock,
gas leak, etc. അല്ലെ, എന്തൊക്കെ റിസ്കുകളാണ് ആ ഒരു ലബോറട്ടറിയിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ നേരിടേണ്ടത്? അണ്ടർലൈൻ ചെയ്യാം. വേരിയസ് കെമിക്കൽസ്, ഇൻഫെക്ഷ്യസ് മെറ്റീരിയൽസ്, ഫയർ ഡേഞ്ചർ, ഇലക്ട്രിക്കൽ ഷോക്ക് ആൻഡ് ഗ്യാസ് ലീക്ക്. ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവര് എന്ത് ചെയ്യുന്നു? ലബോറട്ടറിയിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകള് ഇങ്ങനെയുള്ള അപകടങ്ങൾക്ക് വിധേയരായേക്കാം. മീൻസ് അവർക്ക് അങ്ങനെയുള്ള അപകടങ്ങൾ വന്നേക്കാവുന്നത്. ഇൻഫെക്ഷൻസ് എന്തെങ്കിലും വരാം, അല്ലെങ്കിൽ ഇപ്പോ ഫയർ ഡേഞ്ചറോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഷോക്ക്, വിവിധ തരത്തിലുള്ള എക്യുപ്മെന്റുകൾ അവർ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. സോ അതിൽ നിന്നും മറ്റും ഷോക്കുകൾ വരാം, മറ്റു ലീക്കേജുകൾ, കെമിക്കൽസുകൾ അവിടെ ഒത്തിരി അവിടെ ഉപയോഗിക്കുന്നതിനാൽ അതിന്റെ ലീക്കേജുകളും മറ്റും സംഭവിക്കാം. The environment is also at risk of being contaminated by dangerous material used and wastes generated in the laboratory. Contaminated. എന്താ contaminated എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ contaminated മലിനപ്പെട്ട, മലിനമാക്കുക, polluted. ഓക്കെ, അറിയില്ലാത്തവരൊന്ന് എഴുതി വെക്കുക കേട്ടോ. നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും വാക്കുകൾ അറിയില്ലാത്ത വേർഡ്സുകൾ വരുമ്പോ അതിന്റെ മലയാളം മീനിങ് എഴുതി വെക്കുക. ഓക്കെ, അപ്പോ എന്താണ് പറയുന്നത്? അപ്പോ നമ്മൾ ഈ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെ, അതുപോലെ തന്നെ അവിടുത്തെ വേസ്റ്റുകളും മറ്റും നമ്മളുടെ എൻവയോൺമെന്റിനെ തന്നെ കണ്ടാമിനേറ്റഡ് ആക്കുന്നു, മലിനപ്പെടുത്തുന്നു. Then policies should define the use of sharp, disposal of bio-waste, reagent, sharp and other waste evolved in the laboratory according to the local and national regulations. അല്ലെ, അതായത് നമ്മൾ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഷാർപ്പുകൾ അല്ലെ, യൂസ് ഓഫ് ഷാർപ്പ്. എന്തൊക്കെയാണ് ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഷാർപ്പുകൾ എന്ന് പറയുന്നത്? സിറിഞ്ച് ഉണ്ടാകാം അല്ലെ, നീഡില്, സിറിഞ്ച്, ഇതൊക്കെ ഷാർപ്പ് എക്യുപ്മെന്റ്സുകളല്ലേ. അങ്ങനെയുള്ള ഷാർപ്പ് എക്യുപ്മെന്റ്സുകള്. ദെൻ ബയോ വേസ്റ്റ്, ബയോ മാലിന്യങ്ങൾ, അതായത് ഹോസ്പിറ്റലുകളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങളെയാണ് നമ്മുടെ ബയോ വേസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ബയോ വേസ്റ്റ് മാനേജ്മെന്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ജസ്റ്റ് എന്താണെന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മീൻസ് ഹോസ്പിറ്റലുകളിൽ നിന്നും ഇപ്പോൾ ലബോറട്ടറിയിൽ നിന്നുള്ള മാലിന്യങ്ങള്. ദെൻ പിന്നെന്താ പറയുന്നത്? റിയേജൻസ്. റിയേജൻസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ അവർക്ക് നിന്ന് പുറപ്പെടുവിക്കുന്ന മാലിന്യങ്ങളും മറ്റും കെമിക്കൽസുകളും കാര്യങ്ങളൊക്കെ അല്ലേ. അതുപോലെ ഷാർപ്പ് ആൻഡ് അതർ വേസ്റ്റ് ലബോറട്ടറി അക്കോർഡിംഗ് ടു ലോക്കൽ ആൻഡ് നാഷണൽ റെഗുലേഷൻസ് അല്ലെ. അതായത് പ്രാദേശികമായിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് വേണം ഇതിനെയെല്ലാം നമ്മൾ ഡിസ്പോസൽ ചെയ്യുവാൻ. ഈ വേസ്റ്റുകളും ഈ ബയോ വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് ഇഷ്ടം പോലെ തോന്നിയ പോലെ വലിച്ചെറിയാനൊന്നും പാടില്ല. അതിന് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കണം. അത് ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എങ്ങനെയൊക്കെയാണ് റൂൾസ്, ബയോമെഡിക്കൽ മാലിന്യങ്ങൾ നമ്മൾ എങ്ങനെ തരംതിരിക്കണം, ഇത് കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. ഇപ്പൊ ഇത്രയും ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. എങ്ങനെയൊക്കെയാണ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള മാലിന്യങ്ങൾ മുതലായവയുടെ ഉപയോഗങ്ങള് കൃത്യമായിട്ട് അത് റെഗുലേഷൻസ് കാര്യങ്ങളും നിർവചിച്ചിരിക്കണം. പഠിച്ചതാണ്. ഓക്കെ, പഠിച്ചതാണല്ലോ. അപ്പൊ അതിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, പഠിച്ചില്ലേ? ബയോമെഡിക്കൽ കഴിഞ്ഞായിരുന്നോ? ഏത് മിസ്സിന്റെ ആയിരുന്നു ക്ലാസ് എടുത്തതാണ്? ഓക്കെ. അപ്പൊ അതിൽ കൃത്യമായിട്ടും ഇന്ന കളർ കോഡുള്ള കണ്ടെയ്നറുകൾ ഉപയോഗിക്കണം എന്നൊക്കെ പഠിച്ചില്ലേ? എടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലെ. അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് പഠിച്ചില്ലേ? ഇങ്ങനെയാണ് നമ്മള് കളർ കോഡുകള് കൃത്യമായിട്ട് നോക്കുക അല്ലെ. കളർ കോഡുള്ള ബാഗുകളില് ഷാർപ്പ് വേസ്റ്റ് ഇടുന്നത് എവിടെയാണ് അല്ലെ, പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇനി ഡീറ്റെയിൽ ഒന്നും വേണ്ട, പഠിച്ചതാണ് ഓൾറെഡി. ദെൻ എന്തുപറ്റി? 2 മിസ്സുമാരുടെ പേരുണ്ടല്ലോ. സത്യത്തിൽ ആരാണ് എടുത്തത്? കുറച്ച് പേര് വേറൊരു മിസ്സിന്റെ പേര് പറഞ്ഞു. 2 മിസ്സുമാരുടെ പേരാണല്ലോ. ഓക്കെ, പേര് പഠിച്ചിട്ടില്ല നിങ്ങൾ ഇപ്പോഴും? ഓക്കെ, ടീച്ചേഴ്സിന്റെ പേര് പഠിച്ചു വരുന്നുള്ളൂ തോന്നണം അല്ലെ. ഓക്കെ, അപ്പോ അങ്ങനെയുള്ളൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കുക. സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ, 2 വേസ്റ്റുകളുണ്ട്, സ്പില്ലേജും ബയോമെഡിക്കൽ വേസ്റ്റും. ഓക്കെ, രണ്ടും കൂടി ഒന്ന് ഇതായി പോയതാണ് അല്ലെ. കുഴപ്പമില്ല കേട്ടോ, നോക്കാം. ഇനി ഇറ്റ് ഈസ് ഒന്ന് കണ്ടിന്യൂ ചെയ്തോട്ടെ. It is necessary to train all personnel in standard precautions. അല്ലെ, അതായത് അതുപോലെ തന്നെ സ്റ്റാഫുകൾക്ക് നമുക്കൊരു ട്രെയിനിങ് കൊടുക്കണമെന്ന്, പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് മുൻകരുതൽ, സേഫ്റ്റി പ്രിക്കോഷൻസ് കൊടുക്കുക. Safety in laboratories therefore include protection of
both personnel and the environment from dangerous materials. അല്ലെ? അതിനാൽ ലബോറട്ടറികളിൽ നിന്ന് സുരക്ഷയുള്ള ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റ് പരിസ്ഥിതിയെയും അപകടകരമായിട്ടുള്ള മെറ്റീരിയലിൽ നിന്നും സംരക്ഷണം നൽകണം. സ്റ്റാഫിന് മാത്രമല്ല നമ്മുടെ എൻവയോൺമെന്റിന് അല്ലെ അന്തരീക്ഷത്തിനും ഒരു പ്രൊട്ടക്ഷൻ നൽകിയിരിക്കണം. ഓക്കെ, വായിച്ചു നോക്കിയേ സേഫ്റ്റി ഇൻ ലബോറട്ടറീസ്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ലേ? അപ്പൊ നമ്മള് ഇനി നെക്സ്റ്റ് വരുന്നതേ ജനറൽ സേഫ്റ്റി മെഷേഴ്സ് ആണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇനി അധികം കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. കുറച്ച് സിംബൽസുകൾ നമ്മുടെ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന സിംബൽസുകളൊക്കെയാണ് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്. അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ വരെ ഇതിലെടുത്ത് അത്രയും ക്ലിയർ ആണോ? മനസ്സിലായോ? നമ്മൾ ഇന്നെടുത്ത ഭാഗങ്ങൾ ഓക്കെയാണോ എല്ലാവർക്കും? ഓക്കെ, വായിക്കുക കേട്ടോ. ഓരോ ദിവസം എടുക്കുന്നത് കൃത്യമായിട്ട് അന്ന് തന്നെ നിങ്ങൾ മാക്സിമം പഠിക്കാൻ ശ്രമിക്കാം. ഓരോരുത്തരുടെ സിറ്റുവേഷൻ ഒക്കെ പലതായിരിക്കും, എങ്കിലും മാക്സിമം പഠിച്ചു പോകാൻ ശ്രമിക്കാം. നമ്മള് എല്ലാം കൂടി ലാസ്റ്റ് എക്സാമിന്റെ ടൈം ആവുമ്പോൾ തലേ ദിവസം പഠിക്കാന്ന് വിചാരിച്ചാൽ നടക്കില്ല. അത് എവിടെയെങ്കിലും ഒക്കെ നമ്മൾ അത് സ്കിപ്പ് ചെയ്ത് പോകേണ്ടതായിട്ട് വരും. അതിനാൽ സ്കിപ്പ് ചെയ്ത് പോകാത്ത രീതിയിൽ നിങ്ങൾ വായിക്കാം. ഒരു വട്ടത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ആ ഒരു ഓപ്ഷൻ കാണുന്നു. ഡേറ്റ് ഒന്നും ആയിട്ടില്ല, എക്സാം ഡേറ്റ് ഒന്നും ആയിട്ടില്ല, ടൈം ഉണ്ട് അതിനും. അപ്പൊ പഠിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, ടൈമിന് വേണ്ടി കാത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss. Thank you, Miss. Thank you, ma'am. Thank you, ma'am.